നമസ്കാരം. നിർഭയയ്ക്ക് സമാനമായിരുന്നു പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസും. ആദ്യ ദിനം ചെറിയ വാർത്തയിൽ ഒതുങ്ങിയ കൊലപാതകം. എറണാകുളത്തെ നിയമവിദ്യാർത്ഥികൾ സഹപാഠിയുടെ കൊലപാതകത്തിനു വേണ്ടി തെരുവിൽ ഇറങ്ങിയപ്പോൾ അത് മലയാളിയുടെ നൊമ്പരം കൂടിയായി. അങ്ങനെ ആ പെൺകുട്ടി കേരളത്തിൻ്റെ നിർഭയയായി. ഇത് തിരിച്ചറിഞ്ഞാണ് ഹൈക്കോടതിയുടെ വധശിക്ഷ ശരിവെക്കലും. കൊലപാതകി അമറുൽ ഇസ്ലാമിൻ്റെ വാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. പക്ഷേ പരമോന്നത നീതിപീഠവും അമീറുൽ ഇസ്ലാമിന് അർഹിക്കുന്ന ശിക്ഷ നൽകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പ്രതി അമറുൽ ഇസ്ലാം കുറ്റക്കാരനാണെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ വിധിച്ചിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, മാനഭംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചെയ്തത് ഇയാൾ തന്നെയാണെന്ന് കോടതി കണ്ടെത്തി. പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന അസം സ്വദേശി അമറുൽ ഇസ്ലാം വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ മാനഭംഗപ്പെടുത്തിയ ശേഷം കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. പ്രതിക്കെതിരായ ശാസ്ത്രീയ തെളിവുകൾ അണിനിരത്തിയാണ് പ്രോസിക്യൂഷൻ കേസ് വാദിച്ചത്. കേസിൽ 195 സാക്ഷികൾ ഉണ്ടായിരുന്നു. 125 രേഖകളും 75 തൊണ്ടി സാധനങ്ങളും അടങ്ങുന്ന പട്ടികയാണ് 527 പേജുള്ള കുറ്റപത്രത്തിനൊപ്പം പോലീസ് സമർപ്പിച്ചത്. 2016 ഏപ്രിൽ 28 വൈകിട്ട് കുറുപ്പമ്പടി വട്ടോളിപ്പടിയിലെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടി അതിദാരുണമായി മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. 1.5 മാസത്തോളം കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ഈ കേസിലെ പ്രതി അമറുൽ ഇസ്ലാമിനെ 2016 ജൂൺ 14 തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അമറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ നൽകണമെന്ന് പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംഭവിക്കുകയും ചെയ്തു. അമിതമായ ലൈംഗിക ആസക്തിയോടെ ജിഷയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അത് എതിർത്ത ഇരയുടെ പ്രത്യാക്രമണത്തിൽ പരിക്കേറ്റ പ്രതി കൈവശം കരുതിയിരുന്ന കത്തികൊണ്ട് കഴുത്തിലും മുഖത്തും കുത്തി വീഴ്ത്തിയ ശേഷം ക്രൂരമായി മാനഭംഗപ്പെടുത്തി എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിനുശേഷം സ്വകാര്യ ഭാഗങ്ങളിലും പ്രതി ക്രൂരമായി മുറിവേൽപ്പിച്ചു. 2016 ഏപ്രിൽ 28 വൈകിട്ട് 5:30നും 6:00നും ഇടയിലാണ് സംഭവം നടന്നത്. കൊലയ്ക്ക് ശേഷം യുവതിയുടെ വീടിന് പിന്നിലൂടെ ഇറങ്ങിയ അമീർ സഹോദരൻ ബദറുൽ ഇസ്ലാം താമസിക്കുന്ന വാടക വീട്ടിലെത്തി കുളിച്ചു. ബദറിൻ്റെ വസ്ത്രങ്ങളും ധരിച്ചാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. മാതാപിതാക്കളുമായി വഴക്കിട്ടാണ് അമീർ പെരുമ്പാവൂരിൽ എത്തിയത്. മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം നൽകിയത് എന്ന് ബദർ പോലീസിന് മൊഴി നൽകിയിരുന്നു. അസമിലുള്ള അമ്മയോട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അമറുൽ ഇസ്ലാമിന് സഹോദരൻ പണം നൽകിയത്. സഹോദരൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമീർ നേരത്തെ ധരിച്ചിരുന്ന മുഷിഞ്ഞ വസ്ത്രം പൊതിഞ്ഞെടുത്തു. കൊലയ്ക്ക് ശേഷം മെയ് ആദ്യം അസമിലെത്തിയ അമീർ ജൂൺ ആദ്യം അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് പോലീസ് തന്ത്രപരമായി ഇയാളെ പിടികൂടുകയായിരുന്നു. ഇതോടെയാണ് കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞത്. ആരുടെയും മനസ്സിൽ നൊമ്പരമാക്കുന്ന വിധത്തിലായിരുന്നു അതിക്രൂരമായ ഈ കൊലപാതകം. സംഭവ ദിവസം യുവതിയുടെ വീട്ടിലെത്തിയത് മുതൽ കൊലപാതകം നടത്തി തിരിച്ചു പോകും വരെയുള്ള 1 മണിക്കൂറോളം നീളുന്ന സംഭവ പരമ്പരയെക്കുറിച്ച് പ്രതി അമറുൽ ഇസ്ലാം പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ കഠിന ഹൃദയരുടെ പോലും കരൾ അലിയിക്കുന്നതാണ്. അമറുൽ ഇസ്ലാമിൻ്റെ കുറ്റപത്രത്തിലെ മൊഴി ഇങ്ങനെയാണ്. വീട്ടിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കി വൈകിട്ട് 5 മണിയോട് അടുത്ത് യുവതിയുടെ വട്ടോളിപ്പടിയിലെ വീട്ടിലെത്തി. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. വാതിലിനടുത്തെത്തിയപ്പോൾ തന്നെ ഉള്ളിൽ നിൽക്കുകയായിരുന്ന യുവതി എന്നെ കണ്ടു. ഉടൻ അവൾ പുറത്തേക്ക് വന്ന് എന്നോട് കടന്നുപോകാൻ പറഞ്ഞ് ചെരുപ്പൂരി മുഖത്തടിച്ചു. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ പകച്ചുപോയി. ഏതാനും മിനിറ്റുകൾ അവിടെ നിന്നു. തിരിച്ച് അല്പദൂരം നടന്നപ്പോൾ അവരെ അനുഭവിക്കണം എന്ന തോന്നൽ ശക്തമായി. തിരിച്ചു വരുമ്പോൾ യുവതി വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ ശക്തിയായി തള്ളി അവളെ വീട്ടിനുള്ളിലാക്കി. ഉള്ളിലേക്ക് കടന്നപ്പോൾ ചാടിയെഴുന്നേറ്റ യുവതി എന്നെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഞാൻ കാൽ കൊണ്ട് തുറന്നു കിടന്ന വാതിൽ അടച്ചു. മൽപ്പിടുത്തത്തിനിടയിൽ പിന്നിൽ നിന്നും കെട്ടിപ്പുണരാൻ ശ്രമിച്ചപ്പോൾ അവൾ കയ്യിൽ കടിച്ചു. ഈ അവസരത്തിൽ ഞാൻ അവളുടെ തോളിലും കടിച്ചു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്തു. പിന്നീട് നടന്ന പിടിവലിയിൽ മുഖത്തും ദേഹത്തുമെല്ലാം പലവട്ടം കത്തിക്കൊണ്ടു. കത്തി പിടിച്ചിരുന്ന കയ്യിൽ യുവതി ബലമായി പിടിച്ചിരുന്നതിനാൽ കുത്തും വെട്ടുമൊന്നും ഉദ്ദേശിച്ച രീതിയിൽ ഏറ്റില്ല. ഇതിനിടയിൽ യുവതിയുടെ ചുരിദാർ ബോട്ടം വലിച്ചഴിച്ചു. ഇത് നേരെയാക്കുന്നതിലേക്ക് അവൾ ഒരു നിമിഷം തിരിഞ്ഞു. ഈ സമയം ശരീരത്തോട് ചേർത്ത് പിടിച്ച് മുതുകിൽ കുത്തി. അപ്പോഴും യുവതിയുടെ ശക്തി കുറഞ്ഞിരുന്നില്ല. പിന്നീട് കഴുത്തിൽ കത്തി കുത്തിയിറക്കി. ഈ സമയം കഴുത്തിൽ ചുറ്റിയിരുന്ന ഷാൾ മുറുക്കി ഒച്ച പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചു. ഇതോടെ യുവതിയുടെ നിലതെറ്റി അവൾ താഴെ വീണു. പിന്നെ മുന്നിലെ മുറിയിലെത്തി കതകിൻ്റെ ബോൾട്ടിട്ടു. ഈ സമയം വെള്ളമെടുക്കാനായിരിക്കണം അവൾ അടുക്കളയുടെ ഭാഗത്തേക്ക് നിരങ്ങി നീങ്ങി. പിന്നാലെ എത്തി അവളെ മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഈ സമയം അർദ്ധബോധാവസ്ഥയിലായ അവൾ വെള്ളം ചോദിച്ചു. ഉടൻ ഞാൻ കയ്യിലുണ്ടായിരുന്ന മദ്യം വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത്യാർത്തിയോടെ അവളെ ഉള്ളിലാക്കി. തുടർന്ന് ഞാൻ ലൈംഗിക ബന്ധത്തിന് തയ്യാറായി. ദുർബലയായിരുന്നെങ്കിലും ഈ അവസരത്തിലും യുവതിയുടെ നേരിയ പ്രതിഷേധമുണ്ടായിരുന്നു. നിലത്ത് കുനിഞ്ഞിരുന്ന മുട്ടുകാൽ കൊണ്ട് ചരിഞ്ഞു കിടന്നിരുന്ന യുവതിയുടെ കാലുകൾ അകറ്റി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഏറെ പണിപ്പെട്ടിട്ടും ഇതിനുള്ള നീക്കം വിജയിച്ചില്ല. ഇതോടെ അവളോടുള്ള ദേഷ്യം ഇരട്ടിയായി. പിന്നെ കത്തിയെടുത്ത് ജനനേന്ദ്രിയത്തിൽ പലതവണ കുത്തി. ശരീരത്തിൻ്റെ ചലനം നിലയ്ക്കുന്നതുവരെ നോക്കി നിന്നു. മരണം ഉറപ്പായതോടെ വീടിൻ്റെ മുൻവാതിലിന് സമീപം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പരിസരത്ത് ആരുമില്ല എന്നുറപ്പായപ്പോൾ പിന്നിലെ വാതിലിലൂടെ പുറത്തിറങ്ങി സ്ഥലം വിട്ടു. അമറുലിൻ്റെ മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം സാഹചര്യ തെളിവുകളുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.